വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ അവസ്ഥ എന്താണെന്നൊന്ന് നിങ്ങളെ കാണിച്ച് പിന്നെ കുറേ ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നൊക്കെ കരുതി മുടിയുടെ കാര്യത്തിൽ തന്നെ. അപ്പോൾ എൻ്റെ മുടിയുടെ നമ്മളുടെ ഈ ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ നിർത്തിയല്ലോ, ഞാനിപ്പോൾ 2 ദിവസമായി എന്തെങ്കിലും തലയിൽ തേച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ മുടി ആ പണ്ടത്തേക്കാളും നല്ല ടെക്സ്ചറൊക്കെ, മുടിയുടെ നല്ല ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറി കേട്ടോ. നല്ല അടിപൊളിയായി. ഇപ്പോൾ നല്ല എന്താ പറയുക, സോഫ്റ്റായി എന്ന് പറയാം, നല്ല സോഫ്റ്റായി. പിടിക്കുമ്പോൾ തന്നെ നല്ല ഒരു പഞ്ഞി കണക്കുണ്ട് മുടി ഇപ്പോൾ. അപ്പം നല്ല അടിപൊളിയായി. ആരെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആരെങ്കിലും ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പാക്കൊക്കെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവരുടെയും കൂടിയിട്ട് റിസൾട്ട് തന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നല്ല മഴയാണ് ഇവിടെയൊക്കെ, നല്ല മഴ. എന്താ പറയുക, മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. അകത്തു നിന്നായാലും ഷൂട്ട് ചെയ്യണമെങ്കിൽ കറണ്ടൊക്കെ വേണമല്ലോ, അപ്പോൾ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ മഴക്കാലത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പം മഴക്കാലമാണെന്ന് കരുതിയിട്ട് ആരും ഇങ്ങനെ അകത്ത് തന്നെ ചടഞ്ഞു കൂടിയൊന്നും ഇരിക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് നന്നായിട്ട് ആക്റ്റീവായി തന്നെ നടക്കുക. മഴക്കാലത്ത് നമ്മളിങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന് നമുക്കെന്താ കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടി അങ്ങനെ കുറേ അസുഖങ്ങളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ തന്നെ അസുഖങ്ങളാണ്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ മുടി ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുപാട് മുടിക്ക് കൊഴിച്ചിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു സീസണിൽ. മഴയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഴക്കാലമല്ലേ, എല്ലാവരും മുടിയൊക്കെ എപ്പോഴും വാരി കെട്ടി വെച്ച് ചുമ്മാ ഇങ്ങനെ TV ഒക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരിപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും അങ്ങ് മുടി വാരി കെട്ടി വെച്ച് അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ മുടിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും കുറച്ച് രാവിലെ കുറച്ച് വെയിൽ കൊള്ളിക്കുക, കുറച്ച് എന്താ പറയുക, കുറച്ച് കാറ്റ് കൊള്ളുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ നമ്മളിപ്പോഴും ഫോളോ ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നമുക്കിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അത്ര പോസിബിളായിട്ടുള്ള കാര്യമായിരിക്കില്ല. എന്നാലും നിങ്ങൾ മാക്സിമം വെയിലുള്ളപ്പോൾ ഒരിച്ചിരി വെയിൽ നിങ്ങളുടെ മുടിയിൽ കൊള്ളിക്കാൻ ശ്രമിക്കുക കേട്ടോ. മുടിയിലായാലും സ്കിന്നിലായാലും. ഒരുപാട് നട്ടുച്ച നേരത്തെ വെയിലൊന്നുമല്ല, നമ്മളുടെ രാവിലെയും വൈകിട്ടുള്ള ആ ഒരു വെയിലില്ലേ, മങ്ങിയ വെയിൽ, ആ ഒരു വെയിൽ ഇത്തിരി കൊള്ളുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടിത്. കാരണം നമുക്ക് ഈ വൈറ്റമിൻ ഡിയുടെയൊക്കെ ഒരു ഡെഫിഷ്യൻസിയൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ അതെന്താണെന്നോ, നമ്മൾ വെയിൽ കൊണ്ടാലേ നമുക്കത് വൈറ്റമിൻ ഡി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡിൽ കൂടെ കിട്ടുന്നതിനേക്കാളും അങ്ങനെയായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെയിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു രാവിലത്തെ ഒരു ഇളം വെയിൽ കൊള്ളണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ ധാരാളം വേണ്ടതാണ്. നമ്മളുടെ ശരീരത്തിനായാലും നമ്മളുടെ മുടിക്കായാലും ഒക്കത്തിനും നമുക്ക് വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ശരീരവും ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക പിടിച്ചുള്ളയ്ക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നാം, മടുപ്പ്, എല്ലാത്തിനോടും മടുപ്പ് അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ സ്കിന്നിനായാലും നമ്മളുടെ ഹെയറിനായാലും മസ്റ്റായിട്ടും ആ കുറച്ച് ഒരു 10-15 മിനിറ്റ് മതിയാവും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും മതിയാവും. നിങ്ങൾ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ആ ഒരു ഇളം വെയിൽ മതി. അതിപ്പോൾ മഴ ആയതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, കിട്ടുമ്പോൾ കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇന്നില്ല നാളെയുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഉള്ള ദിവസം നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നന്നായിട്ട് മുടിക്ക് ഫാനിൻ്റെ ആയാലും കാറ്റത്തിരുന്ന് മുടി എപ്പോഴും അങ്ങനെ കെട്ടി വെച്ചേക്കാണ്ട് കുറച്ച് കാറ്റൊക്കെ കൊള്ളിക്കുക. മുടി ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ 2 നേരം ഒന്ന് കോമ്പ് ചെയ്യുക. മുടിയിൽ എന്താ പറയുക, സെറമോ ലൈറ്റായിട്ട് നിങ്ങൾക്ക് മുടിയിൽ എന്താ പറയുക, ആ ഒരു നമ്മളുടെ സ്കാൽപ്പിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും മുടിയില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും മുടിയിലോ സ്കാൽപ്പിലും മസ്റ്റായിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്. നമ്മൾ രണ്ടിടങ്ങളിലും മസ്റ്റായിട്ട് ചെയ്യണം. ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് വെച്ചാൽ കൂടി നമ്മൾ ചെറുതായിട്ടെങ്കിലും തൊട്ട് പുരട്ടിയിരിക്കണം എണ്ണ. അതല്ല പിന്നീട് നമ്മൾ സെറം നിങ്ങളുടെ മുടിയിൽ തേക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം.
പിന്നെ ആരും അങ്ങനെ വീട്ടിൽ ചടഞ്ഞു കൂടിയിരുന്ന് അങ്ങനെ നമ്മളില്ലാത്ത പ്രശ്നങ്ങളൊന്നും വലിച്ചു വെക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മസ്റ്റായിട്ട് വെയിൽ കൊള്ളുക, കാറ്റ് കൊള്ളിക്കുക. പിന്നെ നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള പാക്കുകൾ, ഹെയർ പാക്കുകൾ ഉപയോഗിക്കാം. എന്താ പറയുക, കുറച്ചൊരു ജ്യൂസി കൺസിസ്റ്റൻസിയിലുള്ള അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന ഹെയർ പാക്കുകളോ ടിപ്പോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും നിങ്ങൾക്ക് മുടിയൊക്കെ എന്നും കഴുകാത്തവരാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് ആഴ്ചയിലൊന്നോ 1-2 പ്രാവശ്യം ചെയ്താലും മതിയാവും. നമ്മൾ എത്ര വട്ടം ചെയ്താലും അത് നമ്മളുടെ മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ചിലപ്പോൾ ദിവസം തല നനയ്ക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മഴയായതുകൊണ്ട് ചിലർ തല നനയ്ക്കാനും മടിയായിട്ടുള്ളവരും കാണും. പിന്നെ ദിവസവും തല നനച്ചേ പറ്റൂ എന്നുള്ളവരും കാണും. അപ്പോൾ എന്നും തല നനയ്ക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല. കാരണം നമ്മളുടെ മഴയല്ലേ, അപ്പം മുടിയൊക്കെ ഉണങ്ങി കിട്ടാനും മുടി കായ വരാനും ഒക്കത്തിന് നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ താരം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മഴക്കാലത്ത് ആ മുടി നനയ്ക്കുന്നതും ഹെയർ പാക്ക് ഇടുന്നതും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് ഇത്രയും മതിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ലെങ്ത് ഒരുപാട് വേണ്ട എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ മസ്റ്റായിട്ടും വെയിലുള്ള കാറ്റ് കൊള്ളിക്കാൻ, മുടി ഇടയ്ക്ക് കോംബ് ചെയ്യുക, ഓയിലോ സെറമോ ഒക്കെ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് തേക്കുക. നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള പാക്ക് ഉപയോഗിക്കാം. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മഴയാണെന്ന് കരുതി ചടഞ്ഞു കൂടിയിരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കൂട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണും വരെ. ബൈ.